നമ്മുടെ ഒപ്പം കിടക്കുന്ന കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. കാരണം ആ കുട്ടിക്ക് ആൻറ്റിവെനം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. ഉള്ളയിടം നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വേനൽ ചൂട് അതികഠിനമായി ഉയരുന്നു. ചൂടും വെയിലും മാത്രമല്ല, വീടിനുള്ളിൽ വരെ എത്തുന്ന പാമ്പുകളാണ് ഇപ്പോൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു, മരണവും സംഭവിക്കുന്നു. അൽജോ, ദിക്ഷൽ അങ്ങനെ കുഞ്ഞു ജീവനുകളാണ് പൊലിയുന്നത്. സൂര്യാഘാതം ഏൽക്കുന്നവരുടെ എണ്ണവും ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയാണ്. ഈ വേനൽക്കാല റിപ്പോർട്ടുകളൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ വിഷയമാണ് ഇന്നത്തെ വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ വേനൽക്കാലമാണ്. നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും വേനൽക്കാലത്തിൻ്റെ ഒരു കാലാവസ്ഥാ വ്യതിയാനം മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം നമ്മൾ നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ സൂര്യാഘാതം ഏൽക്കുന്നവരും സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയത് ഈ വീടിനുള്ളിൽ പാമ്പ് കയറി കടിച്ച, അതും കുഞ്ഞു കുട്ടികളെ പാമ്പ് കടിച്ച് മരണപ്പെട്ട ജീവനഷ്ടമായിട്ടുള്ളതാണ്. ആദ്യം തൃശ്ശൂരിൽ ഒരു വീട്ടിലെ 2 കുട്ടികളെ കടിക്കുന്നു. അതിലൊരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നു. ഒരു കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഇന്നലെയാണ് ചിറയൻകീഴിൽ ഒരു 8 വയസ്സുകാരനെ അതിദാരുണമായി പാമ്പ് കടിച്ച് ആ കുട്ടിക്കും ജീവൻ നഷ്ടമാകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പാമ്പുകളെ അല്ലെങ്കിൽ ഇഴജന്തുക്കളെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുകയും മഴക്കാലത്താണ്. അതേപോലെ മഴക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യൻ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ വേനൽക്കാലത്തേക്ക് വരുമ്പോഴും നമ്മൾ മഴക്കാലം പോലെ തന്നെ അതിജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതല്ലേ ഈ വേനൽക്കാല റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പാമ്പുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ക്ഷുദ്രജീവികൾ എന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പൊതുവെ പറഞ്ഞ് അതിനകത്ത് പെടുത്തുന്ന ജീവികളാണ്. ഒരു പക്ഷേ ഈ ക്ഷുദ്രജീവികളിൽ തന്നെ നമ്മൾ ഏറ്റവും ഭയക്കുന്നതും ഒരു പക്ഷേ ഈ പാമ്പുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെയാണ്, ഇഴജന്തുക്കളെയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പാമ്പ് കടി അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നതല്ല, നേരത്തെ തന്നെ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഉണ്ടായിരുന്നു, മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആ എണ്ണത്തിലോ ഒന്നും ഒരു കൂടുതൽ എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായി ഈ പാമ്പ് കടി ഏൽക്കുന്നുണ്ടോ എന്നൊരു ചിന്ത പ്രധാനമായും വരുന്നത്. നമുക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പാമ്പ് കടി എന്ന ഈ പാമ്പിനെ നമുക്ക് മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പരിധിയിൽ പെടുത്താവുന്ന ഒന്നാണ്. കാരണം പാമ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും മനുഷ്യരോട്ട് അത്ര ഇണങ്ങാത്ത ഒരു ജീവിയാണ്. സ്വാഭാവികം അതിന് വളർത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ കൂടിയും പൊതുവെ മനുഷ്യരുമായി ഒട്ടും ഇണങ്ങാത്ത ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആന അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയൊക്കെ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്ന് കാണാനോ ഒരു ദൂരെ നിന്നൊന്ന് കാണാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് പ്രതിരോധിക്കാനോ ഉള്ള ഒന്ന് ഓടി മാറാനുള്ള ഒരു ചാൻസെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പാമ്പെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റാത്ത പ്രധാനമായ കാര്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ 8 വയസ്സുകാരുടെയും കാര്യത്തിൽ ഇത് കടിച്ചത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇത് അറിയുന്നു പോലുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അമ്പിളി പറഞ്ഞതുപോലെ ഈ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അഭിപ്രായം പറയുന്നുണ്ട്. ഈ ചൂടുകാലമായതുകൊണ്ട് പാമ്പ് ശീതരക്തമുള്ള ഒരു ജീവിയാണ്. ചൂടുകാലമായതുകൊണ്ട് ഇത് തണുപ്പ് തേടിയാണ് എത്തുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളെല്ലാം മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അത് ഈ ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്താം എന്ന ഒരു സാഹചര്യം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളൊരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു ജാഗ്രതയാണ്. ഒരു പക്ഷേ ഇപ്പോൾ പേപ്പട്ടി കടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായി നമ്മൾ ശ്രമിക്കാറുണ്ട്. പട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേപ്പട്ടികൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക, വേസ്റ്റൊക്കെ മാറ്റുക, മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ നടത്തുക. അതുപോലെ സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിനെ പ്രതിരോധിക്കാനുള്ള രീതിയാണ് നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വപ്ന
സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ വനം വകുപ്പായാലും ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് 650 ഏകദേശം 700-നടുത്ത് പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രതിരോധ സംവിധാനത്തിലെ പാളിച്ച അല്ലെങ്കിൽ ചികിത്സാ സംവിധാനത്തിലൊരു അഭാവമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 2 കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിലും ഒരു കുട്ടിയുടെ വീട് ഈ വനാതിർത്തിയോട് ചേർന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലത്ത് നമുക്കിതിനെ മാറ്റി നിർത്താനാവില്ല. ഇന്നലത്തെ കുട്ടിയുടെ കേസ്, ഈ ചിറയൻകീഴിലെ കുട്ടി എടുക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട വീട്ടിലൊരു അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ്, ഷീറ്റ് വെച്ച് മറിച്ചാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ സ്വാഭാവികമായും ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ വീടിനകത്തേക്ക് കയറുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു പക്ഷേ വീട്ടിലേക്ക് പാമ്പ് അകത്തേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ അടച്ചുറപ്പില്ലാത്ത വളരെ സാധാരണയായി ജീവിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. അപ്പോഴും നമ്മൾ ഈ സ്വപ്ന പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിരോധ സംവിധാനം ഇനി അങ്ങോട്ടുള്ള കാലം, കാരണം ഇനി ഈ കാലാവസ്ഥാ വ്യതിയാനം, ചൂട് കൂടും, ഇതുപോലുള്ള ആശങ്കകൾ ഉണ്ടാകും. അപ്പോൾ സർക്കാർ സംവിധാനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. ഈ സർപ്പ ആപ്പൊക്കെ ഉണ്ട്, ഇപ്പോൾ ഈ വനംവകുപ്പ് പറഞ്ഞ സർപ്പ ആപ്പ്, അതുപോലെ തന്നെ ഈ ദ്രുതകർമ്മ സേനയുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ അവിടെയും നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഈ ആൻറ്റീവനം വെക്കുന്നതിലുള്ള പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ നേരിട്ട് ഉടനെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ആൻറ്റിവനം വെക്കുന്ന രീതിയൊന്നുമില്ല, പ്രോട്ടോകോൾ ഉണ്ട്. ഇന്നലത്തെ മരണത്തിലും അങ്ങനെയാണ് പറയുന്നത്. കാരണം ആ കുട്ടിക്ക് ആൻറ്റിവനം കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരടക്കം പറയുന്നത് അങ്ങനെ അതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ. പക്ഷേ ഈ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് നമുക്കങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഈ പ്രോട്ടോകോൾ മാറ്റി നിർത്തിയതിന് ശേഷം മറ്റ് രക്തപരിശോധനകളിലേക്ക് അടക്കം പോകുന്നതിന് മുൻപ് ഈ ആൻറ്റിവനം നമ്മൾ അവർ പറയുന്ന ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആൻറ്റിവനം എടുക്കണമെന്നതാണ്. പക്ഷേ ഈ ദിക്ഷലിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താണ് കടിച്ചത്, വേറെ വല്ല ജീവിയുമാണോ കടിച്ചത്, ആ രീതിയിൽ ഇത് വൈകും തോറും ഈ കുഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാമ്പിൻ്റെ വിഷം പല രീതിയിലാണ്, പല ശ്വാസകോശത്തിന് എഫക്റ്റ് ചെയ്യാം, എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇത് എഫക്റ്റഡ് ആകുന്നത്. ചിലപ്പോൾ കിഡ്നി ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് സർക്കിൾ, അണലിയൊക്കെ ബ്ലഡ് ക്ലോട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പാമ്പുകളും കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രീതിയിലായിരിക്കും ഓരോ മനുഷ്യരും, കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്ഡ് ആയി വരുന്ന ആ ടൈം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ രീതിയിലായിരിക്കും ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അടക്കം ബാധിക്കുന്നത്. മാത്രമല്ല ഈ എല്ലാ പാമ്പുകളും ഇങ്ങനെ ഇത്തരത്തിൽ വിഷമുള്ളതാണ് ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല. 101 ഇനങ്ങൾ പാമ്പുകളുണ്ടെന്ന് പറയുന്നു. ഒരു 5-6 ഇനങ്ങളാണ് ഏറ്റവും ഭയങ്കര നമുക്കൊരു ഡേഞ്ചറായിട്ട് നമുക്ക് മനുഷ്യർക്ക് ജീവൻ അപകടം. അത് മാത്രമല്ല ഇപ്പോൾ ഇര തേടിയതിന് ശേഷമാണ് ഈ പാമ്പ് കടിക്കുന്നതെങ്കിൽ അത് ആ വിഷം കുറവായിരിക്കും എന്ന് പറയും. ഇതിനെ നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് അത് അറ്റാക്ക് ചെയ്യുന്നത് എന്നും അങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുടെ കേസ് ആലോചിക്കുകയാണെങ്കിൽ ഈ പാമ്പ് ഇതിനകത്ത് കയറി ഇവരുടെ കിടക്കയിലൂടെ ഇഴഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ഇതിൻ്റെ മേത്ത് കാല് തട്ടുകയോ തൊടുകയോ ചെയ്തപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനെന്നുള്ള രീതിയിൽ കടിച്ചതായിരിക്കും. അതുപോലെ ചില ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ആദ്യം മരിച്ച കുട്ടിയുടെ ആ 8 വയസ്സുകാരൻ്റെ അത് പാമ്പ് ഉറക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ തുടങ്ങി, ഉറക്കത്തിലാണ് സംഭവിച്ചത്. അതിൻ്റെ കണ്ണൊക്കെ വന്ന് വീർത്ത് ഉണർന്നിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ബോധമുണ്ടാകും, എന്നെ എന്തോ കടിച്ചില്ല. ഇത് ഉറക്കത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന്. എന്നാൽ രണ്ടാമത്തെ ദിക്ഷലാണെങ്കിൽ തന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞവൻ ഉണർന്ന് എണീറ്റ് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ കുട്ടിയുടെ കേസ് കുറച്ചും കൂടി ദാരുണമായി പോയി. കാരണം ഇത് പാമ്പ് കടിച്ചൊന്നും അറിയാതെ ഈ പറഞ്ഞതുപോലെ മുഖമൊക്കെ ഇത് വീർത്ത് രാവിലെ നമ്മുടെ ഒപ്പം കിടക്കുന്ന കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പ്രാഥമികമായി എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഈ പാമ്പുകൾ കടന്നു വരാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് എടുത്തു പറയാനുള്ളത്. പ്രധാനമായും ഈ എലികൾ, തവളകളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അതിനെ പിടിക്കാനായി പാമ്പ് ഉണ്ടായിരിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ജൈവ ശൃംഖലയുടെ ഭാഗമാണ് അത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഈ കുട്ടിയുടെ ദിക്ഷലിൻ്റെ വീട്ടിൽ ഷെഡിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മുടെ കണ്ണ് കാഴ്ചയെത്തണം. നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കാഴ്ചയെത്തണം. എന്താണ് അവിടെ ഒരു മേശയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കട്ടിലിട്ടിരിക്കുന്നു, അതിനിടയ്ക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെത്തി ഒറ്റ നോട്ടത്തിലെങ്കിലും നമുക്ക് അവിടെ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സാധനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ട് ഈ കട്ടിലിനടിയിൽ കുറേ സാധനങ്ങൾ കയറ്റി വെച്ച് അല്ലെങ്കിൽ അലമാരിക്കിടയിൽ കുറച്ച് സാധനങ്ങൾ കയറ്റി വെച്ച്
അങ്ങനെ കൺജസ്റ്റഡായി ചെറിയ വീടാണ്, സ്വാഭാവികമായും ഉള്ളയിടം നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. സ്വയം ജാഗ്രത സ്വയം ജാഗ്രത ഇക്കാര്യത്തിൽ കൈവരിക്കേണ്ടതാണ്. വീണ്ടും ഈ ആദ്യത്തെ കുഞ്ഞ് മരിച്ച ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രതിശരീരം കൊണ്ടുവന്ന ശേഷം 4 പ്രാവശ്യമാണ് പിന്നെയും ആ പാമ്പിന് അപ്പോൾ പാമ്പ് ഈ പറഞ്ഞ ഒരുമിച്ച് മുട്ടയിട്ട് പെട്ടെന്ന് വിരിയുന്ന ഒരു സമയം കൂടി, വിഷപ്പാമ്പുകൾ വിരിയുന്ന സമയം കൂടിയാണ് ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. അതെ, അപ്പോൾ സ്വാഭാവികമായും അതിന് വരാനുള്ള അതുപോലെ ഈ തവള, ഈ എലി, ഇതിൻ്റെയൊക്കെ സ്മെല്ല് സെൻസ് ചെയ്ത് ഒരു പക്ഷേ അതിൻ്റെ ഒരു സാധനം തിരിച്ചറിഞ്ഞ് ഇതിന് വരാനുള്ള ആ റൂട്ട് വരാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു കഴിവും കൂടി ഈ പാമ്പുകൾക്കുണ്ടെന്ന് ഈ വിദഗ്ധരെല്ലാം അവകാശപ്പെടുകയാണ്. പ്രതിരോധം മാറ്റി നിർത്തിയാൽ ഈ പാമ്പ് കടിച്ചു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്നതായിരിക്കും. എങ്കിൽ കൂടിയും നമ്മൾ എത്ര ആശങ്കപ്പെടേണ്ട എന്നൊക്കെ കരുതിയാലും പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വെപ്രാളവും ഓട്ടവും ബഹളവും ഒക്കെയാണ്. പക്ഷേ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സാഹചര്യത്തിൽ ഈ ആർക്കാണോ കടിയേറ്റത് അവരെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം, കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ രീതിയിൽ അവരെ ജസ്റ്റ് നമ്മൾ ടെൻസ്ഡ് ആവും തോറും ഈ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടും, പെട്ടെന്ന് കൂടുതൽ ഓർഗനുകളിലേക്കും സെല്ലുകളിലേക്കൊക്കെ ഈ വിഷത്തിൻ്റെ ഇത് എത്തുമെന്നാണ്. സോ അവരെ കംഫേർട്ട് ചെയ്യാനുള്ള ആ ഒരു ശ്രമങ്ങളാണ് ഒരു പക്ഷേ ആദ്യം നടന്നത്. ചില ഉടനടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും ഈ വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ ഈ വനം വകുപ്പ് വിദഗ്ധരൊക്കെ പറയുന്നത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ചുള്ള നമ്മൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വേനൽക്കാലമാണ്, കുട്ടികളെല്ലാം പുറത്തിറങ്ങി അവർ വേണ്ടുവോളം കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക, ഒപ്പം തന്നെ അതിൻ്റെ ജാഗ്രത നമ്മൾ തന്നെ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാഥമികമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാമ്പുമായൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം വ്യാജ പ്രചരണങ്ങൾ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പം ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമാനമായിട്ട് ഒരുപാട് ഒരുപാട് പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പണ്ടാണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ടൊക്കെ അതിൻ്റെ വിഷം എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഭാഗം ഓപ്പൺ ചെയ്ത് ആ ബ്ലഡ് ചീറ്റിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പാമ്പ് കടിച്ചാൽ ആ പാമ്പിനെ അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. അതെ, പക്ഷേ എക്സ്പേർട്ടുകളായിട്ടുള്ള ഡോക്ടർമാർ ഈ മുറിവിൻ്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു അത് നോക്കിപ്പോലും ഏത് പാമ്പ് കടിച്ച് അത്തരത്തിലുള്ള പറയുന്ന ഡോക്ടർമാരും അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഡോക്ടർമാരും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കടിയേറ്റു എന്ന് മനസ്സിലായി നമ്മൾ ഏറ്റവും പെട്ടെന്ന് ആൻറ്റിവനം ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈ വ്യക്തികളെ എത്തിക്കുക. അതും കൂടുതൽ ദേഹമൊന്നും അനക്കാതെ ഒരു പക്ഷേ കിടക്കുന്ന രീതിയിലാണെങ്കിൽ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്ത ഒരു ക്ലിനിക്കിൽ, ആൻറ്റിവനം ഉള്ള ഒരു ക്ലിനിക്കിൽ നമ്മൾ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ പണ്ടൊക്കെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള പ്രാഥമികമായ അവബോധം കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പോഴും സംഭവങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും വെപ്രാളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ സൂക്ഷിച്ച്, അതായത് നമ്മളിപ്പോൾ ഇറുക്കി കെട്ടണമെന്ന് പറയുന്നു, കടിയേറ്റതും തൊട്ടുമ്പോൾ, പക്ഷേ അങ്ങനെ അങ്ങ് ഇറുക്കി കെട്ടാൻ പാടില്ല. അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ആ ഭാഗം ഒരു പക്ഷേ പിന്നെ കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഒരു വിരൽ കടത്താൻ പറ്റുന്ന രീതിയിൽ മാത്രമേ അതിനെ ടൈറ്റ് ചെയ്ത് കെട്ടാവുള്ളൂ എന്ന് പറയും. പിന്നെ ഒരു ബോധക്ഷയം അനുഭവപ്പെടുന്ന രീതിയിലേക്ക് ഈ പേഷ്യൻ്റ്, ഈ കടിയേറ്റ വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. അങ്ങനെ ഒരുപാട് ചെറിയ നുറുങ്ങുകൾ നമുക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് പെട്ടെന്ന് കടിയേറ്റാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമ്മളെപ്പോഴും എല്ലാ രക്ഷിതാക്കളും അത് മനസ്സിലുണ്ടായിരിക്കണം. ഇതേക്കുറിച്ച് നമ്മളൊരു അവബോധം സമൂഹത്തിൽ പൊതുവെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അവബോധം നൽകുക എന്നതാണ് പ്രധാനമായും. ഫുഡ് വേസ്റ്റ് നമ്മുടെ ചുറ്റുപാടുകൾക്കടുത്ത് ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. അത് ഈ പാമ്പിന് മാത്രമല്ല, ഈ പട്ടികളെ വളർത്തുന്ന പട്ടികളുണ്ടാകുന്ന ഒരു സാഹചര്യം, പേപ്പട്ടികളുണ്ടാകും, ഇതെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനമാണ്. ഫുഡ് വേസ്റ്റ് അതിൻ്റെ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ മണ്ണിൽ കുഴിച്ചിട്ട് അത് അഴുകി ചീഞ്ഞ് എടുക്കാനുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പ്രധാനമായും വേണം. ഈ ഫുഡ് വേസ്റ്റ് കഴിക്കാൻ സ്വാഭാവികമായിട്ടും എലികളൊക്കെ വരും, തീർച്ചയായും പിന്നാലെ പാമ്പും ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും നമുക്ക് ചുറ്റുപാടും, വീടിനുള്ള ചുറ്റുപാടും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൂട്ടിയിടുക, കൊതുമ്പ്, ചിരട്ട അല്ലെങ്കിൽ മറ്റ് അരകല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടിനോട് ചേർത്തിടുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കണം. വീടിനകത്ത് നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ അവിടെ
ക്ലിയർ ആയിരിക്കണം. ഒരു നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരിടത്ത് വായിക്കുകയുണ്ടായി, ഈ കൊതുകുവലയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഇത് നമുക്ക് അത് പ്രതിരോധിക്കാനാകുമെന്നുള്ളത്. ഒരു ചെമ്പിന് ഏറ്റവും പ്രാഥമികമായി, പ്രത്യേകിച്ച് നിലത്തൊക്കെ കിടക്കുന്നതാണെങ്കിലും അവൻ കട്ടിലിൽ കിടക്കുന്നത് കൊതുകുവല നന്നായിട്ട് കയറുമ്പോൾ ഏറ്റവും ഇങ്ങനെയുള്ള ഇഴജന്തുക്കൾ എത്ര ചെറുതാണെങ്കിലും അതിന് കയറാൻ സാധിക്കില്ല. അത് ഒരു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്നാമത് വല്ലാത്ത ചൂടാണ്. നമുക്ക് ഫാൻ ഈ ജനലൊക്കെ തുറന്ന് കിടക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് മിക്കവാറും ആളുകൾ ഇങ്ങനെ ജനലും ഒക്കെ തുറന്നിട്ടിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. ഇതും ഒരു പരിധിവരെ ഇത്തരത്തിൽ ഈ തണുപ്പ് തേടി, ശീതരക്തമായ ഈ ജീവി തണുപ്പ് തേടി എത്തുന്നതാണ് ഈ മുറിക്കകത്തേക്ക്. സ്വാഭാവികമായും അതിനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആക്രമണ ഭീഷണി ഉണ്ടെന്ന് തോന്നുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്പർശമേറ്റാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ഒരു പക്ഷേ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനം സമാനതകളില്ലാത്ത ഉഷ്ണതരംഗത്തിന്റെ പിടിവള്ളിയിലാണ്. 40 ഡിഗ്രിക്ക് മുകളിലും ചൂട് കടന്നപ്പോൾ വെറും ഒരു വേനൽക്കാലത്തിനപ്പുറത്ത് ഗൗരവതരമായ ഒരു കാലാവസ്ഥാ പ്രതിസന്ധിയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ വിവരങ്ങളെ മാത്രം ആശ്രയിച്ച് ജാഗ്രത കൈവിടാതെ ഒറ്റക്കെട്ടായി ഈ ചൂടിനെ അതിജീവിക്കാൻ മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്.